മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെൽ ഐക്കൺ അമർത്തുക. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്കും നമ്മളിവിടെ പറയുന്നത് 64 അനാചാരങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അത് നമ്മളെ നിർമ്മിതമാണെന്നും ശങ്കരാചാര്യ കൃതമാണെന്നും മറ്റും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും ഇവ ആചരിക്കാറും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവയ്ക്ക് അനാചാരങ്ങൾ എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് 64 എണ്ണം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറയാം. പിന്നെ അത് വിശദീകരണം ഉണ്ടെങ്കിൽ നിങ്ങൾ സംശയങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പിസോഡുകളായിട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ചെയ്തുതരും. നിങ്ങൾക്കൊക്കെ ഇത് അറിവുള്ളതാണെന്നേ. ഒന്നാമത്തെ സാധനം, പല്ല് തേക്കുവാൻ കോൽ ഉപയോഗിക്കരുത്. മുണ്ട് ചുറ്റി കുളിക്കരുത്. ചുറ്റിയ മുണ്ടുകൊണ്ട് ശരീരത്തിൽ തുടയ്ക്കരുത്. ഇതെല്ലാം കുറിച്ചിട്ടിട്ട് തന്നെയാണ് പറയുക കേട്ടാ. എല്ലാം ഒന്നും ഓർമ്മയിൽ വിവക്ഷിക്കാനോ അല്ലെ കിട്ടാനോ സാധ്യത കുറവുള്ളത് കൊണ്ടും ചിലത് വിട്ടുപോകാതിരിക്കാൻ എത്ര പ്രഗത്ഭനാണെങ്കിലും ചിലതൊക്കെ വിട്ടുപോകും. അതുകൊണ്ടൊന്നും ഒരു പോയിന്റ് വെച്ചിട്ട് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. എനിക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം സ്വിച്ച് ഓഫ് ചെയ്തേക്ക്, അടുത്ത ചാനലിലേക്ക് പോകും. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് വിരോധങ്ങൾ. ചുറ്റിയ മുണ്ടുകൊണ്ട് ശരീരത്തിൽ തുടയ്ക്കരുത്. സൂര്യൻ ഉദിക്കും മുമ്പേ കുളിക്കരുത്. സൂര്യന് രാത്രി വെച്ച വെള്ളം പിറ്റേന്ന് ഉപയോഗിക്കരുത്. കുളിക്കും മുമ്പ് അന്നം പാകം ചെയ്യരുത്. കുളിക്കുമ്പോൾ ഒന്നും സങ്കല്പിച്ച് കുളിക്കരുത്. അതുകൊണ്ടാണ് ഈറനോട് നിന്ന് പ്രാകുക എന്നൊക്കെ പറയുന്ന ചില ആൾക്കാർ. സങ്കല്പിക്കരുത്. ഒരു ക്രിയയ്ക്ക് എടുത്ത വെള്ളത്തിന്റെ ബാക്കി മറ്റൊരു ക്രിയയ്ക്ക് ഉപയോഗിക്കരുത്. അന്യനെ തൊട്ടാൽ കുളിക്കണമെന്നാണ് അന്ന് പറഞ്ഞത്. ഇതെല്ലാം അനാചാരങ്ങളാണ്. അന്യന്റെ അടുത്ത് ചെന്നാൽ കുളിക്കണം. ശുദ്ധം അറിയ കുളമോ കിണറോ തൊട്ടാൽ കുളിക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടിച്ചതിക്കിൽ വെള്ളം കുടഞ്ഞല്ലാതെ ചവിട്ടരുത്. അനാചാരങ്ങളാണ് കേട്ടോ. ഭസ്മം നെറ്റിയിൽ പ്രത്യേകമായി ധരിക്കണം. സത്യമാണ്. മന്ത്രം താൻ തന്നെ ഉച്ചരിക്കണം. തണുത്ത ചോറ് ഉണ്ണരുത്. കുട്ടികൾ ഉണ്ടതിന്റെ ബാക്കി കളയണം. ശിവന് നേദിച്ചത് ഭക്ഷിക്കരുത്. കൈകൊണ്ട് ചോറ് വിളമ്പരുത്. ഹോമം മുതലായതിന് എരുമ നെയ്യ് എടുക്കരുത്. ഭക്ഷണത്തിന് പപ്പടം അരുത്. ഭക്ഷണം പ്രത്യേക സമ്പ്രദായത്തിൽ വേണം. പുലയിൽ വെറ്റില തിന്നരുത്. ബ്രഹ്മചര്യത്തിന്റെ അവസാന ക്രിയ ആചരിക്കണം. ഗുരുവിന് കാഴ്ച വെക്കണം. നിരത്തിൽ വെച്ച് വേദമുച്ചരിക്കരുത്. സ്ത്രീകളെ വിക്രയം ചെയ്യരുത്. കാര്യസാധ്യത്തിനായി ദൈവികമായ യാതൊരു പ്രതിജ്ഞയും ചെയ്യരുത്. ഋതുവായ സ്ത്രീയെ മറ്റൊരു സ്ത്രീ തൊട്ടാൽ അവളും കുളിച്ചാലേ ശുദ്ധമാകൂ. ബ്രാഹ്മണൻ പരുത്തി നൂൽക്കരുത്. ബ്രാഹ്മണൻ സ്വന്തം വസ്ത്രം വെളുപ്പിക്കരുത്. ക്ഷത്രിയൻ ശിവലിംഗത്തിൽ പൂജ ചെയ്യരുത്. ബ്രാഹ്മണർ ശൂദ്രരുടെ ശ്രാദ്ധമുണ്ണരുത്. അച്ഛനമ്മമാരുടെയും മറ്റും ശ്രാദ്ധമൂട്ടണം. കറുത്ത വാവു ദിവസം ശ്രാദ്ധം ചെയ്യണം. മരിച്ചതിന് ശേഷം ഒരു കൊല്ല അവസാനത്തിലെ മാസം വിടാവൂ. ഒരു കൊല്ലം ദീക്ഷണം വേണം. നക്ഷത്രം പ്രമാണിച്ചാണ് ശ്രാദ്ധം ഉണ്ടേണ്ടത്. പെറ്റ പുല കഴിഞ്ഞതിന് ശേഷമേ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാവൂ. അതുപോലെ തന്നെ ദത്തുപുത്രനും ശ്രാദ്ധം ചെയ്യാനുള്ള ഒരു പ്രത്യേക സമ്പ്രദായം. മരിച്ചവന്റെ ശവം സ്വന്തം വളപ്പിൽ തന്നെ സംസ്കരിക്കണം. സന്യാസികൾ സ്ത്രീകളെ കാണരുത്. പരലോകം ലഭിക്കുവാൻ ശ്രദ്ധിക്കണം. മരിച്ച സന്യാസികൾക്ക് വേണ്ടി ശ്രാദ്ധം ചെയ്യരുത്. ബ്രാഹ്മണ സ്ത്രീകൾ ഭർത്താക്കന്മാരെ അല്ലാതെ വേറെ യാതൊരു പുരുഷനെയും നോക്കരുത്. ദാസിമാരോട് കൂടാതെ ബ്രാഹ്മണ സ്ത്രീകൾ പുറത്തു പോകരുത്. ബ്രാഹ്മണ സ്ത്രീകൾ വെളുത്ത വസ്ത്രമേ ധരിച്ചു കൂടൂ. ബ്രാഹ്മണ സ്ത്രീകൾ മൂക്കു കുത്തരുത്. മദ്യം സേവിച്ചാൽ ബ്രാഹ്മണനെ സ്ഥാനഭ്രഷ്ടനാക്കണം.
സ്വന്തം ഭാര്യയല്ലാതെ ബ്രാഹ്മണ സ്ത്രീകളെ ഗമിക്കുന്ന ബ്രാഹ്മണനെ പുറത്താക്കണം. ഇത് വല്ലതും നടക്കുമോ അല്ലേ? ക്ഷേത്രങ്ങളിൽ വെച്ച് ദുർദേവതകളുടെ പൂജ നിഷിദ്ധമാണ്. ശൂദ്രൻ മുതലായവർക്ക് വിഗ്രഹം തൊട്ടുകൂടാ. ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെ ആചരിക്കണം. ഇതിന് ജ്യോത്സ്യം കലേഷ് കുമാർ പറഞ്ഞ് ആചരിക്കില്ല. ഇതിലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുകയും അനാചാരങ്ങളാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത്. അല്ല ആചാരങ്ങളല്ല, അനാചാരങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അയ്യോ കലേഷ് കുമാർ പറഞ്ഞു ആചാരങ്ങൾ ഒന്നുമല്ല, ഇത് അനാചാരം. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ മാത്രം ഇതിനെ ചിന്തിച്ചെടുക്കുക. ഒരു ദേവന് നേദിച്ചത് മറ്റൊരു ദേവന് നിവേദിച്ചുകൂടാ. പിന്നെ ഓരോ പോയിന്റുകൾ പറയുന്നതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിലേക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാനതിന് വിശദമാക്കി തരാം. ഇതെല്ലാം കൂടെ നമുക്ക് വിശദമാക്കാൻ പറ്റില്ല. 64 എണ്ണമാണ്. അത് ഓരോന്ന് എപ്പിസോഡ് തന്നെ ചെയ്യണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് വെച്ചിട്ടാണ് പോലും 66 12 ഒരു 2-3 ദിവസത്തോളം തച്ചിരിക്കണം. ഹോമം കൂടാതെ വിവാഹം മുതലായ കർമ്മങ്ങൾ ചെയ്യരുത്. ബ്രാഹ്മണൻ അന്യോന്യം അനുഗ്രഹിക്കരുത്. ബ്രാഹ്മണൻ മറ്റൊരാളെ നമസ്കരിക്കരുത്. പശുബലി നിഷിദ്ധമാണ്. ശിവപൂജക്കാരെന്നും വിഷ്ണുപൂജക്കാരെന്നുമുള്ള വ്യത്യാസം ലേശം പോലും വിചാരിക്കരുത്. ബ്രാഹ്മണർ ഒരു പൂണൂൽ മാത്രമേ ധരിക്കാവൂ. മൂത്രപുത്രന്മാർ മാത്രമേ വിവാഹം ചെയ്യാവൂ. നടക്കുന്ന കാര്യമായി പിതൃക്രിയ ചെയ്യുമ്പോൾ പാകം ചെയ്ത അന്നം ഉപയോഗിക്കണം. അമ്മാവനെ സംബന്ധിച്ചുള്ള ചില പ്രത്യേക കർമ്മങ്ങൾ ഉണ്ട്. ക്ഷത്രിയൻ മുതലായ ജാതിക്കാർക്ക് മരുമക്കത്തായ അവകാശമാകുന്നു. വിധവകൾ സന്യാസികളെ പോലെ ആചരിക്കണം. സതീമരണം നിഷിദ്ധമാകുന്നു. ഇത്രയും കാര്യമാണ് 64 അനാചാരങ്ങൾ എന്നാണ് കേരളത്തിൽ പറയുന്നത്. കാരണം പുതിയ തലമുറ വന്നപ്പോൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വ്യതിയാനം വന്നപ്പോൾ പഴയ ആൾക്കാർ എഴുതിയുണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ഇത്. ഈ സിസ്റ്റത്തിൽ പിന്തുടർന്നു പോകാൻ നമുക്കാർക്കും കഴിയില്ല. ഇതിൽ ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ, ഇത് അനാചാരമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ 64 അനാചാരങ്ങളാണ്, ആചാരങ്ങളല്ല, ഒരിക്കലും ആചാരങ്ങളല്ല. അത് വർദ്ധിച്ചിരുന്ന ഒരു സമ്പ്രദായമുള്ളതെന്ന് പറഞ്ഞാൽ ഈ എന്താണ് പറയുക, മേധാവിത്വമുള്ള സമയം. ഇന്നിപ്പോൾ ജനകീയാവസ്ഥയാണ്, എല്ലാവരും ഒരുപോലെയേ ഉള്ളൂ. അതിനകത്ത് പല രീതിയിലും അത് മുൻവർഗക്കാരിൽ അല്ലെങ്കിൽ ഉന്നത വർഗക്കാർക്കും അല്ലെ അവർക്കും സുഖിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ശങ്കരാചാര്യ വിരഹിതമായിരുന്നു. അതൊക്കെ ചിലതൊക്കെ നന്മയും ചിലതൊക്കെ തിന്മയുമായിട്ട് പറയുന്നു. പക്ഷെ ഇതിനകത്തൊക്കെ ഒരു സാരാംശമുണ്ടെന്ന കാര്യം, അല്ലെങ്കിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന കാര്യം, അല്ലെ അർത്ഥമുണ്ടെന്ന കാര്യം സത്യമാണ്. അതും പറയാം. ഇതിലൊക്കെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ ഇത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 100% ബുദ്ധിമുട്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിലാവശ്യമുള്ള സാധനത്തിനെ വലിച്ചു പറിച്ചെടുത്തുകൊള്ളുക. അനാവശ്യ സാധനത്തിനെ എടുത്ത് അങ്ങനെ തോട്ടിക്കളഞ്ഞേക്കുക. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. അതാണ് തടിയൂർ കലേഷ് കുമാർ പറഞ്ഞത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സംശയമുണ്ട് നിങ്ങൾ വാട്സപ്പിൽ അയക്കുക. വീണ്ടും നമ്മൾ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീയമായ നന്ദി. ശ്രേഷ്ഠമായ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഇതായിരിക്കുന്നു അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വീണ്ടും നമ്മൾ തമ്മിലൊന്ന് കാണണം.